തണുത്ത കട്ടൻ ചായ, ഇവിടുത്തെ ഞാലിപ്പൂവല്ല പഴവും. ഒരുത്തം വീട് വിട്ടിറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നോ? മടുപ്പ്. ചില സത്യങ്ങൾ മടുത്തോന്നു കൂടി അറിയേണ്ടിയിരിക്കുന്നു. കാര്യത്തിൽ ശരിയാ, പ്രത്യേകിച്ച് ചില സത്യങ്ങൾ മടുത്തോന്നതിൽ. പറയോ കൂടുതൽ? എനിക്ക് കഥകളേക്കാൻ വലിയ ഇഷ്ടാ. ഇത് കഥയല്ല, സത്യങ്ങൾ വെറുക്കുന്ന പോലെ മടുക്കുകയും ചെയ്യും. ഈടെ വണ്ടി ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. എൻ്റെ അമ്മയുടെ നാടായത്, മാമ്പഴക്കരി. അതൊരു ഓണം കേറാമൂലയും വെള്ളക്കുഴിയാന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. അമ്മയും കൂട്ടരും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു, വിപ്ലവകാരികൾ, സത്യസന്ധരായ വിപ്ലവകാരികൾ. എൻ്റെ അച്ഛൻ നമ്പൂരി പണ്ട് ഈ നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്, വിപ്ലവത്തിൻ്റെ പേരിൽ. ആ ചോരത്തിളപ്പിൽ ജാതിയും തൊലീൻ്റെ നിറവും ഒക്കെ ഇല്ലാണ്ടാവുമല്ലോ. അങ്ങനെ കരിപ്പട്ടി പോലെ കറുത്ത എൻ്റെ അമ്മയും കൊണ്ട് അന്ന് എൻ്റെ അച്ഛൻ ഒളിച്ചോടി. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒളിച്ചോട്ടം. പിന്നീട് അങ്ങോട്ട് ഒളിച്ചോട്ടങ്ങളുടെ കാലമായിരുന്നു. ഈ മഠത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒളിച്ചോടിയെന്നൊന്നും അമ്മ പറയത്തില്ല. എൻ്റെ നമ്പൂരി എന്നെ ഇട്ടേച്ചും പോയിന്നാ അമ്മയുടെ പറച്ചിൽ എപ്പോഴും. എന്തോ എനിക്കിടെയെല്ലാം പരിചിതം പോലെ. കുട്ടിയുടെ കൗതുകവും കുട്ടിയുടെ അമ്മയുടെ തുടുത്ത കവിളും ചിരിയും എല്ലാം. ഈ കുട്ടി എന്നുള്ള വിളി വേണ്ടാട്ടോ. ജയശ്രൂട്ടിന്ന് അങ്ങ് വിളിച്ച് എനിക്കിവിടെ ധൈര്യത്തോടെ ഇരിക്കാലോ. പുരുഷന്മാരെന്നെ ജയശ്രൂട്ടിന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. മോളെ ജയശ്രുട്ടി, നിന്റെ അമ്മ എവിടെ? ഓ, ഞാനേ ഇവിടുത്തെ കാരണവരാ. ധാരാളം ആട്ടമൊക്കെ ഉള്ള ഒരാളാ, ബിസി. ജയശ്രീ എന്റെ ജയശ്രൂട്ടിയാ. അവൾ എന്തൊക്കെയാണാവോ പറഞ്ഞു തന്നത്. മോളെ ജയശ്രൂട്ടി, ഇന്നൊരു കളിയുണ്ട്, നമ്മുടെ മാപ്പിളക്കുട്ടിയുടെ വകയാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം.
ഓ ഓ നമസ്കാരം. ഗുളിയ ഗുളിയ ഗുളിക കൊണ്ടുപോവാ മോളെ. ദാ സീരിയൽ കാണാൻ പോവാ. ഇരുന്ന് ഉറങ്ങിക്കളയല്ലേ. 7:30 അടിക്കുമ്പോ വരണം. 7:30 അടിക്കുമ്പം വരണം. ഓൻ്റെ ആട്ടും തുപ്പും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. സിക്കന്ദറും അബൂട്ടിയും നിന്നെ കണ്ട് മാപ്പ് പറയണമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാ. പക്ഷെ ഇങ്ങോട്ട് വരാൻ എനിക്ക് മാത്രമേ അനുവാദം കിട്ടിയുള്ളൂ. നിന്നെ ഞങ്ങൾക്ക് വേണം. സുപ്രീം കോടതി വരെ പോയാലും ശരി, നിന്നെ ഞങ്ങൾ പുറത്തിറക്കും. ഇല്ലെങ്കിൽ ബാബയുടെ ആത്മാവ് പൊറുക്കൂല. പുഴ പോയി മഴ പോയി പുളിനങ്ങളിൽ നേർത്ത ജലമർമ്മരത്തിൻ്റെ ചേലുപോയി. ഹരിതാഭ പൊയ്പോയി സുഗന്ധവും കുളിരുമായി ഒരു തെന്നലെത്താത്ത കാലമായി. കരിമേഘമില്ലാത്ത പകലുപോൽ കനകാഭ ചൊരിയുന്ന നക്ഷത്രമണ്ഡലം പോൽ ഒരു സ്വപ്നമുണ്ടുള്ളിലതു മാത്രമാണിനി വിപണനം ചെയ്യുവാനേക വസ്തു. കുളിമറക്കം കൊച്ചു കൂട്ടരെ നമ്മൾക്കു കുളിയും കളിയും മറന്നിരിക്കാം. കുടിനീരിനായി കുമ്പിൾ കുത്തിയ കയ്യുമായി തെരുവുതോറും നടന്നിരവു തേടാം. ഗതി മാറിയൊഴുകട്ടെ പമ്പയെന്നാലെന്ത ഗതി നമ്മൾ മുന്നോട്ടൊരുക്കയല്ലേ. തല തിരിഞ്ഞാലെന്ത് തലയില്ല എങ്കിലെന്തറിയില്ലവയുടെ പാടഭേദം. ഒരു കൈക്കുടന്ന തെളിനീരുമായി കടവിലൊരു മാത്രയങ്ങനെ നിന്നിടുമ്പോൾ പിറകിൽ നിന്നാരോ വിളിച്ചു ചൊന്നിടുന്നു, വില തന്നു വേണം ജലമെടുക്കാൻ. അതു കേട്ടു ഞെട്ടിത്തെറിച്ചു കയ്യിൽ നിന്നു ജലമത്രയും വീണു ചിതറിടുമ്പോൾ കഠിനകാലത്തിൻ്റെ കൽപ്പടവിൽ നിന്ന് നിലവിളിയോരോന്നുയർന്നു കേൾപ്പൂ. വില തരില്ലാർക്കുമീ നദി അമ്മയാണെൻ്റെ വിലയറിയാത്തൊരു നിധിയുമാണ്. വില തരില്ലാർക്കുമീ നദി എൻ്റെ ഉയിരാണ്, വിമല ജന്മാർജിത പുണ്യമാണ്. ഏകലോചനം ചെയ്യാനറിയാവുന്ന ഏക കഥകളി നടൻ ഈ കാരക്കൽ ഈശ്വരൻ നമ്പൂരിയാണ്. ഈ ഏകലോചനം കൊച്ചു കാര്യമാണോ? മുഖത്തിൻ്റെ 2 ഭാഗത്ത് 2 ഭാവങ്ങൾ വരണം ഒരേ സമയത്ത്. എന്താ കഴിയോ? അതറിയാവുന്ന ഒരാളും ജീവിച്ചിരിപ്പില്ല, ഈ ഞാൻ ഒഴികെ. തകഴി കുഞ്ചുകുറുപ്പ് ഈ മലയാളം കണ്ട മഹാകഥകളി നടൻ. അദ്ദേഹം ഡൽഹിയിൽ പോയി പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ മുമ്പിൽ കഥകളി ആടി. സാക്ഷാൽ രാധാകൃഷ്ണൻ തലപ്പാവൂരി അദ്ദേഹത്തെ വണങ്ങി എന്നാണ് കഥ. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മഹാനടൻ തോട്ടം ശങ്കരൻ നമ്പൂരി, എൻ്റെ അഭിവന്ദ്യ ഗുരു. ഞാൻ ആരാകേണ്ടവനാ? പറ്റിപ്പോയി, എപ്പോഴോ പറ്റിപ്പോയി. കുരുത്തക്കേട്, ഈ കുരുത്തക്കേട് ഞാൻ അർഹിക്കുന്നുണ്ടോ മാപ്പിളെ? തലയിലുറയ്ക്കാത്ത കിരീടം, അരയിലുറയ്ക്കാത്ത കച്ച.
എടോ മാപ്പിളെ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിന്റെ മനസ്സ് ഞാൻ കാണുന്നു. അവളെ പൊന്നുപോലെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നേ. പക്ഷേ നല്ല നിലയിൽ എത്തിക്കാൻ ജാതിയും മറ്റും മറക്കേണ്ട കാലമായി നമ്മുടെ ഈ ദൈവത്തിൻ്റെ നാടിന്. ഗ്ലോബലേഷൻ്റെ കാലമല്ലേ ഇത്? നീ എനിക്ക് ഡോളറല്ലേ കിമ്പളം തരുന്നത്? നമ്മുടെ പുരയിടവും ഗ്ലോബലേഷൻ്റെ ഭാഗം തന്നെ. ഒരുണങ്ങിയ വേലി, അത് ചെതൽ നിന്ന് തീരുമ്പം നമ്മളെല്ലാം ബന്ധുക്കളും. പോരാ പോരാ ഇരട്ടിച്ചാട്ടെ. ഇത് നിനക്ക് തന്നെ വേണ്ടിയാ മാപ്പിളെ. അവളുടെ തടി നിനക്കുള്ളതല്ലേ. എടോ നമ്പൂരി, ഈ നന്ദി എന്നൊരു വാക്ക് മുദ്രയാക്കിയെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പൊയ്ക്കൂടെ? ആ, അതൊരു ശാപമാണോ നമ്മുടെ ഭാഷയുടെ? നന്ദിന്ന് എത്ര പേര് ഈ നാട്ടിൽ പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാരഥന്മാരാരും അങ്ങനെ ഒരു മുദ്രയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നാണക്കേടാടോ മാപ്പിളെ, നമ്മുടെ സംസ്കാരത്തിന് തന്നെ നാണക്കേട്. എന്നാലും താങ്ക്സ്.